ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് എറണാകുളം ബോട്ട് ചട്ടി എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാലോ. നമ്മുടെ എറണാകുളം ജില്ലയിൽ ബോട്ട് ചട്ടിയിൽ പോവാത്ത ആളുകൾ ആരും അധികം ഉണ്ടാവത്തില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ബോട്ട് ചട്ടിയെക്കുറിച്ച്. പണ്ട് കാലത്ത് സ്കൂളുകളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ ഒരു മെയിൻ സ്ഥലമായിരുന്നു നമ്മുടെ എറണാകുളം ബോട്ട് ചട്ടി. അന്നൊക്കെ നമ്മളിവിടെ വരുന്നു, ഇങ്ങനെ ഇത്ര ഒരു ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിപ്പോൾ എല്ലാം പുതുക്കി പണിതിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ലൊക്കേഷനെല്ലാം കേട്ടോ. ഈ എറണാകുളം ബോട്ട് ജെട്ടിയിലെ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു എറണാകുളം ബോട്ട് ജെട്ടി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പഴയ KSRTC സ്റ്റാൻഡ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സ്ഥലം, അതായത് ഏറ്റവും കൂടുതൽ തിരക്കേറിയൊരു സ്ഥലമായിരുന്നു ഈ പറയുന്ന പ്രധാന ബോട്ട് ജെട്ടി. ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു കായലിലൂടെയുള്ള ബോട്ടുകളുടെ ഒരു പ്രവാഹമെല്ലാം അതിന് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പം എറണാകുളത്തിനൊക്കെ ടൂർ വരുന്നവരാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 days ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നല്ലൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ജലപ്രവാഹങ്ങളുടെ വേലിയേറ്റങ്ങൾ, തിരമാലകൾ എന്നിവയിൽ നിന്നുള്ള മണ്ണൊലിപ്പിനൊക്കെ ഒരു തടസ്സമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ജെട്ടികൾ. ഒരു ജലാശയത്തിൻ്റെ തീരപ്രദേശത്തെ ഇവ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇതുപോലെ പോകണം. ഇത് നമ്മൾ തെറ്റാതെ പോകണം കേട്ടോ. അതായത് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നത് വേറെ റൂട്ടിലാണ്. അതേപോലെ തന്നെ പല പല ഇതിലേക്ക് ഇപ്പം നമ്മൾ കണ്ടില്ലേ, അത് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലായിട്ടാണ്. ഇപ്പം ഞങ്ങൾ കയറുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയാണ്. ഈ മട്ടാഞ്ചേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സ്പേഷ്യസ് ആയിട്ട് എറണാകുളത്തൊരു മെയിൻ പോയിന്റ് തന്നെയാണ് മട്ടാഞ്ചേരി. ഈ മട്ടാഞ്ചേരി നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ കാറും കൊണ്ട് പോകണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു ബോട്ടിൽ നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേ ആൻഡ് പാർക്കിൽ നമുക്ക് വണ്ടി ഇടുന്നതിൽ ഒരു പ്രശ്നമില്ല. നമുക്കവിടെ പേ ആൻഡ് പാർക്കിൽ വണ്ടി ഇടാം. അതിനുശേഷം നമ്മൾ പറഞ്ഞ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറാം. ശരിക്കും ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. 5 രൂപ. ഇപ്പോഴത്തെ കാലത്ത് എവിടെയാണ് നമുക്ക് ഈ 5ഉം 10ഒക്കെ വെച്ചിട്ടുള്ള ടിക്കറ്റ്സൊക്കെ കിട്ടുന്നതല്ലേ. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം കൊള്ളാം. നമുക്കവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് നീറ്റ്നെസ്സിൻ്റെ കുറവുണ്ട്. അതല്ലാത്ത പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകൾ ഒത്തിരി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പം എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ ഈ ബോട്ട് ജെട്ടിയിൽ ഈ ബോട്ടിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാറെല്ലാം പോകുന്ന പുതിയ പാലവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഏകദേശം ഇവിടുന്ന് പോകുമ്പോൾ ഒരു 20-25 കിലോമീറ്റേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ജോലിക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ബോട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു സ്മെല്ലും അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഏതൊരു ജെട്ടിയാണ്, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഏതൊരു ജെട്ടിയാണ്, അവിടെ കുറേ പേര് ഇറങ്ങി. അതിനുശേഷം ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. ഇവരിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ U-turn എടുക്കുന്നതും വണ്ടി തിരിക്കുന്നതും ഒതുക്കുന്നതും എല്ലാം കണ്ട് ശരിക്കും ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം അത്ര പക്വമായിട്ട് ചെയ്താൽ തന്നെ ഇത് എല്ലാം നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ ഈസി ആവുള്ളൂ. മറ്റേന്ന് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, നമുക്ക് നേരിട്ട് കാലെടുത്ത് വെച്ചാൽ മതി. ഇവിടെ ചിലപ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുന്നതേ വെള്ളത്തിലായിരിക്കും. നമുക്ക് പേടിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ ഉള്ളവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോലെ ഉള്ളവർ ഇപ്പം വല്ലപ്പോഴും പോയി കണ്ടുവരുന്ന ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ ആളുകൾ കയറുന്നു. ഇനി അടുത്ത് ഞങ്ങളിങ്ങനെ മട്ടാഞ്ചേരിയിലോട്ടുള്ള യാത്രയാണ്. അതിനിടയിലാണ് കുറേ ഷിപ്പുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ ഒത്തിരി സീറ്റ് ഫ്രീ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും എന്നാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് പോയ സമയം കുറച്ച് ലേറ്റായി. വൈകുന്നേരം ഏകദേശം 4:30 മണിയായിരുന്നു ഞങ്ങൾക്ക് ബോട്ട് കിട്ടിയപ്പോൾ. എല്ലാ അരമണിക്കൂറിനും ഇടവിട്ടാണ് നമുക്ക് ഓരോരോ സ്പോട്ടിലേക്ക് ഇവിടുന്ന്
ബോട്ടുള്ളത്. ഇപ്പം 3:30-ക്കാണെന്ന് നമ്മൾ ഒരു ബോട്ട് പോകുന്നെങ്കിൽ അടുത്ത 4 മണിക്കായിരിക്കും ഉണ്ടാവുക. ഒരു ബോട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ടേക്ക് അടുത്ത ബോട്ട് വരുന്നുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ ഇതിനകത്തൊരു മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ജെട്ടികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ആളുകളുടെ യാത്രാ സൗകര്യം മാത്രമല്ല, ഇതിന് പുറകിലൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ജെട്ടിയുടെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് തീരദേശത്തെ മണ്ണൊലിപ്പ് തടയുക എന്നത് തന്നെയാണ്. വെള്ളത്തിൻ്റെയും അവശിഷ്ടങ്ങളുടെയും സ്വാഭാവിക ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും നിർമ്മിച്ച ജെട്ടികൾ സ്ഥിരതയുള്ള ബീച്ചുകൾ നിലനിർത്താനും തീരപ്രദേശത്തെ കരനഷ്ടം തടയാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം.